ചാനലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മെയിൻ സ്റ്റേജ് എങ്ങനെയാണെന്ന് വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതാണ് ഈ വീഡിയോ. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഇതെന്ന് പറയുന്നത് മൈക്ബുക്ക് എന്ന് പറയുന്നത് മൈക്ബുക്ക് എയർ ആണ്. M1 ചിപ്പ്, 16 GB റാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ സ്റ്റേജ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ പവർ കണക്ട് ചെയ്യണം. ഇത് നമ്മളുടെ സാധാരണ പവർ ഇതിലേക്ക് ഇത് കണക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് രണ്ടാമത് ആവശ്യമായിട്ടുള്ള കേബിൾ എന്ന് പറയുന്നത് ഇത് ഈ ടൈപ്പ് കേബിളാണ്. നമ്മൾ പ്രിൻ്ററിനൊക്കെ യൂസ് ചെയ്യുന്ന കേബിൾ. അപ്പോൾ ഇത് കാണാമെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ സി പോർട്ട് നമ്മളിത് ലാപ്പിൽ പിന്നെ കണക്ട് ചെയ്യുവാണ്. ഇത് നമുക്കിവിടെ 2 പോർട്ടാണ് വരുന്നത്. അതിൽ രണ്ടാമത്തെ പോർട്ടിലേക്ക് ഇതിനെ കണക്ട് ചെയ്യുന്നു. നമ്മളിവിടെ കണക്ട് ചെയ്തു. ഇനി നമുക്കുള്ള ഇതിൻ്റെ അടുത്ത എൻഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞാനിവിടെ യൂസ് ചെയ്യുന്ന കീബോർഡ് എന്ന് പറഞ്ഞാൽ PA1000 ആണ്. അതിൻ്റെ ഈ ഡിവൈസ് എന്ന് പറഞ്ഞു വരുന്ന ഇവിടെ ഇതിലേക്ക് USB എന്നുള്ള ഈ പോർട്ടിൽ നമ്മളിത് കണക്ട് ചെയ്യുവാണ്. നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു കേബിളാണ് വേണ്ടത്. ഇത് ശരിക്കും ഒരു പ്രൊഫഷണൽ സെറ്റപ്പ് ഒന്നുമല്ല. ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി, സാധാരണക്കാരുടെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ മാത്രം കാണുക. അപ്പോൾ ഇതിനെ നമ്മൾ കീബോർഡിൽ കണക്ട് ചെയ്യുന്നു. ഇതിനെ നമ്മൾ ലാപ്ടോപ്പിലും കണക്ട് ചെയ്യുന്നു. ഇത് ശരിക്കും ഡബിൾ ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് കുത്താം. ഇത് സിംഗിൾ ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ചാനലിൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ കീബോർഡിൻ്റെ ഈ ഓഡിയോ ഇന്നെന്ന് പറയുന്ന വരുന്ന കാണാമെന്ന് വിചാരിക്കുന്നു. ഓഡിയോ ഇൻ അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിനെ നമ്മൾ ലാപ്ടോപ്പിൻ്റെ ഓഡിയോ ഹെഡ്ഫോൺ ജാക്കിലേക്ക്, അതായത് ഓഡിയോ ഔട്ടിലേക്ക് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ഗ്ലോബലിൽ പോവുക. ഗ്ലോബലിൽ പോയി കഴിയുമ്പോഴത്തേനും മിഡി എന്നുള്ള ഓപ്ഷൻ വരും. ഈ മിഡിക്കകത്ത് നമ്മൾ മറ്റേ ലോക്കൽ കൺട്രോളില്ലേ, ആ ലോക്കൽ കൺട്രോൾ ഓഫ് ചെയ്തിടണം. നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക, അത് ഓഫ് ചെയ്തിടുക. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ കീബോർഡിൽ നിന്ന് പോയേക്കുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് മിഡിയുടെ കണക്ടർ, ഇത് 2 പവർ കോഡ്, ഇത് എന്ന് പറയുന്നത് ഓഡിയോ ഇന്നാണ്. പിന്നെ ഇപ്പോൾ ലാപ്ടോപ്പിലേക്ക് വരുമ്പോഴത്തേനും ഓക്സ് ഔട്ട് ഒന്ന്, ഇതൊന്ന് പവർ, രണ്ടാമത്തേത് മിഡി. ഇപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. നമ്മുടെ ഇതിലുള്ള ടോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടോൺ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വിയന്ന സ്ട്രിങ് സെലക്ട് ചെയ്തു. ഇനി വിയന്ന സ്ട്രിങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലാപ്ടോപ്പിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ മാക്സിമം വോളിയത്തിൽ വെക്കണം. അതായത് ഇതിൻ്റെ മാക്സിമം വോളിയം വെച്ചില്ലെങ്കിൽ നമുക്ക് അവിടെ പ്രശ്നം വരും. കാരണം ഋതുവായിട്ട് നമ്മൾ മാച്ച് ചെയ്യേണ്ടതുകൊണ്ട്. അപ്പോൾ ഇവിടെ മാക്സിമം ആക്കുക. അതിനുശേഷം നമ്മുടെ കീബോർഡിൽ വന്നിട്ട് ചെയ്യേണ്ടത് ഈ ലെഫ്റ്റ് റൈറ്റ് ലോവർ അപ്പർ ഈ സാധനങ്ങളില്ലേ, ഇതിൽ ലോവർ മാത്രം ഓണാക്കിയാൽ മതി. സ്പ്ലിറ്റ് പോയിൻറ്റും ഇതെല്ലാം ഓഫ് ചെയ്തിടുക. അത് ചെയ്തില്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ മാസ്റ്റർ വോളിയം ഇവിടെ കൂട്ടുന്നു. നമ്മൾ ഋതം ഉള്ളതുകൊണ്ട്, ഋതം നമ്മുടെ കീബോർഡിൽ നിന്ന് സെപ്പറേറ്റ് ഇതായിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ ഇത് ബാലൻസ് നമ്മൾ ശരിക്കും നോക്കേണ്ടതുണ്ട്. ഇപ്പം ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ ടോൺസൊക്കെ വലിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു കേബിൾസ് ഒന്നും അതിൻ്റെ കറക്റ്റ് ക്വാളിറ്റി കേബിൾസ് അല്ല, അതുകൊണ്ട് അതിൻ്റെ സ്വരത്തിന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു ഋതം ഇടുവാണെങ്കിൽ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, എല്ലാവരും പല ഡിവൈസും ഉപയോഗിച്ച് നമ്മൾ ഇതിനെ പാച്ചസ് ചേഞ്ച് ചെയ്യാറുണ്ട്. ശരിക്കും നമുക്ക് നമ്മുടെ കീബോർഡിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ പാച്ചസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിത് എടുക്കുക. അപ്പം ഒരു പേര് വ്യത്യാസം ഉണ്ടാവും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഇപ്പോൾ ഇത് യൂസർ എടുത്തു. യൂസറിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഫസ്റ്റ് പേജിൽ ഈ 8 ടോൺസ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതിൻ്റെ അകത്ത് വെച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ ടോൺസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈവൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ 1 ടച്ച് സെറ്റിങ്സ് പോലെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇങ്ങനെ 1 ടച്ച് സെറ്റിങ്സ് പോലെ ചെയ്താൽ, ഇപ്പോൾ എൻ്റെ കീബോർഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇത് സെറ്റിങ്സ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് ഞെക്കി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ലോവർ അപ്പർ എല്ലാം മാറും. ഞാൻ വേണമെങ്കിൽ ഡെമോ ആയിട്ട് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ലെഫ്റ്റ്
ലോവർ കണ്ടോ, ഈ ലോവർ ഇത് ഞെക്കുമ്പോഴത്തേനും ഓൺ ആവും. അപ്പോൾ ആ ലോവറിൻ്റെ ആണ് ഈ സൗണ്ട് വരുന്നത്. അത് കുറച്ചാൽ മതി ഇങ്ങനെ. ഇനിയിപ്പോൾ സൗണ്ട് വർക്ക് ആവത്തില്ല. പക്ഷെ അത് വർക്ക് ആവണമെങ്കിൽ നമ്മൾ ഇതിലേതെങ്കിലും ഒരെണ്ണം കൂട്ടിയാൽ മതി. ഇനിയിപ്പോൾ അടുത്ത ടോൺസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെയും ആ ലോവർ വർക്കായി. ഇതുണ്ടോ, ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിനെയും കുറയ്ക്കുക. അപ്പോൾ അത് പോയി. പിന്നെ അതിനെ കൂട്ടി. ഞാൻ പറഞ്ഞ ഇതിൽ നമുക്ക് വളരെ നന്നായിട്ട് അതിനെ സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്കത് ഇവിടെയും കൺട്രോൾ ചെയ്യാം. നമ്മളുടെ ഈ ടോൺസിൻ്റെ പേജസിൽ നിന്നും ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എക്സ്റ്റേണൽ ഡിവൈസ് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന ഫോണിൻ്റെ അകത്തൂടെയാണ് ഞാനിത് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം എനിക്ക് ഈ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഈ ഫോണിൻ്റെ അകം നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വേറൊരു ഫോൺ ഉപയോഗിച്ചിട്ട് ഇത് കാണിക്കേണ്ടി വരും. എനിവേ നമുക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോയും കൂടി ഇടാം. ഇപ്പം ഇത്രയും ഏകദേശം ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു.